മറ്റു വാർത്തകൾ നോക്കാം. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ മാറ്റം നിർദ്ദേശിച്ച് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി. മുഖ്യമന്ത്രിക്കെതിരായ ഉത്തരവുണ്ടായാൽ അന്തിമ തീരുമാനം മന്ത്രിമാർ അടങ്ങുന്ന സമിതിക്കാവണം എന്നതാണ് നിർദ്ദേശം. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് നാളെ മുഖ്യമന്ത്രി നിയമസഭയിൽ സമർപ്പിക്കും. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ മാറ്റം നിർദ്ദേശിച്ച് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി. മുഖ്യമന്ത്രിക്കെതിരായ ഉത്തരവുണ്ടായാൽ അന്തിമ തീരുമാനം മന്ത്രിമാർ അടങ്ങുന്ന സമിതിക്കാവണമെന്നാണ് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് നാളെ മുഖ്യമന്ത്രി നിയമസഭയിൽ സമർപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ഘടകകക്ഷിയിലെ പ്രബല കക്ഷി കൂടിയായിട്ടുള്ള CPI തന്നെ പരസ്യ നിലപാടുകൾ സ്വീകരിക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതായിരുന്നു. എന്തായാലും ഇന്ന് ഈ പ്രതിപക്ഷ എതിർപ്പിനെ മറികടന്നുകൊണ്ട് തന്നെ ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് സഭയിൽ സർക്കാർ അവതരിപ്പിക്കുകയും ചെയ്തു. അതായത് ശക്തമായ കൂടുതൽ വിശദാംശങ്ങൾ VV അരുൺ നൽകും. അരുൺ, ഈ പ്രതിഷേധങ്ങൾക്കിടെ ആണ് ഈ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അതിൽ പ്രധാനമായും അവർ പറയുന്നത് ഒരു ബില്ലിൽ മാറ്റം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കെതിരായ ഉത്തരവുണ്ടായാൽ അന്തിമ തീരുമാനം മന്ത്രിമാർ അടങ്ങുന്ന സമിതിക്കാവണമെന്നതാണ് നിർദ്ദേശം. നാളെ ഈ റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിക്കുമ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങില്ലേ? ഇതിൽ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് നാളെ സഭയിൽ വരും. ഇന്ന് വൈകിട്ടാണ് മുഖ്യമന്ത്രി അധ്യക്ഷതയിലുള്ള ആഭ്യന്തര സബ് കമ്മിറ്റി ചേർന്ന ഈ ബില്ല് ചർച്ച ചെയ്തത്. ബില്ലിൽ കൂടുതൽ ഭേദഗതികൾ ഉണ്ടാകും. അത് CPI നിർദ്ദേശിച്ച അതേ രൂപത്തിലുള്ള ഭേദഗതികളല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാതികളിൽ തീർപ്പ് കൽപ്പിക്കാൻ മന്ത്രിമാരുടെ ഒരു ഉപസമിതി രൂപീകരിക്കാനാണ് ശുപാർശ എന്നാണ് അറിയുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാണെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന മന്ത്രിമാരുടെ ഉപസമിതി മുഖ്യമന്ത്രിക്കെതിരായ പരാതിയിൽ തീർപ്പ് കൽപ്പിക്കുക എന്നത് അത് എങ്ങനെ നടപ്പാക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അത്തരമൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. മന്ത്രിമാർക്കെതിരെയുള്ള പരാതി നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി തന്നെ തീർപ്പ് കൽപ്പിക്കും. MLA-മാർക്കെതിരെയുള്ള പരാതിയും മുഖ്യമന്ത്രി തീർപ്പ് കൽപ്പിക്കണമെന്ന അഭിപ്രായമാണ് സബ്ജക്ട് കമ്മിറ്റി ഉയർന്നത്. അത് ഒരുപക്ഷെ അന്തിമ ബില്ലാകുമ്പോൾ, അതിൽ നിയമമാകുമ്പോൾ, അതിൽ MLA-മാർക്കെതിരെയുള്ള പരാതികളിൽ സ്പീക്കർ തീർപ്പ് കൽപ്പിക്കുന്ന തരത്തിൽ ഭേദഗതി വരാൻ സാധ്യതയുണ്ട്. ഏതായാലും സബ്ജക്ട് കമ്മിറ്റി അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. ഈ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് സഭയിൽ വയ്ക്കും. ഇന്ന് പ്രതിപക്ഷ നേതാവും VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയുമാണ് പ്രതിപക്ഷത്ത് നിന്ന് ഈ സബ്ജക്ട് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത്. രണ്ട് നേതാക്കളും ശക്തമായ വിയോജിപ്പ് ഈ സർക്കാർ തീരുമാനത്തിൽ, സബ്ജക്ട് കമ്മിറ്റി യോഗത്തിൽ സർക്കാർ നിർദ്ദേശങ്ങളിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് നാളെ സഭയിൽ വരും. അത് കൂടി സഭ ഇത് പാസാക്കും. പ്രതിപക്ഷത്തിന് ശക്തമായ എതിർപ്പോടുകൂടി തന്നെയായിരിക്കും ഈ നടപടികൾ സഭയിൽ ഉണ്ടാവുക. ഈ ബില്ല് തന്നെ നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം ഉള്ളത്. ശരി, ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ മാറ്റം നിർദ്ദേശിച്ച സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് നാളെ മുഖ്യമന്ത്രി നിയമസഭയിൽ സമർപ്പിക്കും. വിവരങ്ങൾ നൽകിയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും VV അരുൺ.